അഴീക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. അഴീക്കോട് KV സുമേഷ് നിലനിർത്തിയിരിക്കുകയാണ്. 356 വോട്ടുകൾക്ക് KV സുമേഷ് അഴീക്കോട് നിലനിർത്തിയിരിക്കുകയാണ്. 356 വോട്ടിനാണ് KV സുമേഷ് വിജയിച്ചിട്ടുള്ളത്. ഏറെ നേരത്തെ ആകാംക്ഷയ്ക്ക് ശേഷം ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇതിന്റെ ഒരു സൂചന ഇപ്പോൾ പുറത്തു വരുന്നത്. 356 വോട്ടുകൾക്ക് KV സുമേഷ് വിജയിച്ചു. നേരത്തെ അവിടെ ഒരു തർക്കമുണ്ടായിരുന്നു. VVPAT ഉൾപ്പെടെ എണ്ണി നോക്കിയാണ് ഇപ്പോൾ ഒരു 356 എന്ന ഒരു മാജിക് നമ്പറിലേക്ക് ഇപ്പോൾ അഴീക്കോടിന്റെ ഒരു ജനവിധി എത്തിയിട്ടുള്ളത്. KV സുമേഷ് തന്നെ അഴീക്കോടിന്റെ MLA ആയി തുടരും എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമുക്കറിയാം സമാകെ വലിയ രീതിയിലുള്ള തരംഗം അലയടിക്കുമ്പോഴും ആ അഴീക്കോട് എന്ന ആ തുരുത്ത് അത് നിലനിർത്താൻ KV സുമേഷിന് കഴിഞ്ഞു എന്നുള്ളത് KV സുമേഷിന്റെ വ്യക്തിപരമായ ഒരു വിജയം കൂടി ആയി നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം സംസ്ഥാനത്താകെ UDFന് അനുകൂലമായ ഒരു തരംഗം അലയടിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം അഴീക്കോട് മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ട് ഉള്ള സ്ഥലങ്ങളിൽ അടക്കം കടന്നു ചേരാൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വോട്ട് നഷ്ടമില്ലാതെ കാത്തു സൂക്ഷിക്കാൻ KV സുമേഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. KV സുമേഷ് അഴീക്കോടിന്റെ MLA ആയി തുടരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ഒരു പ്രതീതി അഴീക്കോട് നമ്മൾ ഓരോ സ്ഥലത്തും കണ്ടു. വോട്ടെണ്ണലിന്റെ ഓരോ സമയത്തും കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായത് അഴീക്കോട്, അതോടൊപ്പം തന്നെ പാപ്പിനിശ്ശേരി പഞ്ചായത്തുകൾ, ഈ രണ്ട് പഞ്ചായത്തുകളിൽ നിന്നും വലിയ ലീഡ് നേടാൻ KV സുമേഷിന് കഴിഞ്ഞു. 4000-ലധികം വോട്ട് ഈ രണ്ട് പഞ്ചായത്തുകളുടെ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ KV സുമേഷിനുണ്ടായി. അത് കഴിഞ്ഞ് നാറാത്ത് പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ നാറാത്തും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ KV സുമേഷിന് കഴിഞ്ഞു. നാറാത്ത് പഞ്ചായത്ത് LDFൽ നിന്നും UDF പിടിച്ചെടുത്ത പഞ്ചായത്താണ്. അവിടെ 3000-ലധികം വോട്ടിന്റെ ലീഡ് ഇത്തവണ ഉറപ്പായും ഉണ്ടാകുമെന്ന് UDF കരുതിയ മണ്ഡലമാണ്, UDF കരുതിയ പഞ്ചായത്താണ് നാറാത്ത്. പക്ഷേ നാറാത്തും പിടിച്ചു നിൽക്കാൻ KV സുമേഷിന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വളപട്ടണത്ത് 1500ഓളം വോട്ടിന്റെ ലീഡ് UDF പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ 900ഓളം വോട്ടിന്റെ ലീഡ് മാത്രം അവിടെ നിന്നും UDFന് ലഭിക്കുന്നു. അത് കഴിഞ്ഞ് വലിയ രീതിയിലുള്ള മുന്നേറ്റമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ചിറക്കൽ പഞ്ചായത്തിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലെങ്കിൽ തുല്യത എന്നൊക്കെ പറഞ്ഞിരുന്ന ചിറക്കൽ പഞ്ചായത്തിലും വലിയ രീതിയിലുള്ള വോട്ട് നേടാൻ KV സുമേഷിന് കഴിഞ്ഞു. അങ്ങനെ UDFന് വലിയ ഭൂരിപക്ഷമുള്ള മേഖലയിലേക്ക് എത്തുമ്പോഴേക്കും വളരെ സുരക്ഷിതമായ ഒരു ലീഡിലേക്ക് KV സുമേഷ് എത്തിയിരുന്നു. പോസ്റ്റൽ വോട്ടിലും 900ഓളം വോട്ടിന്റെ ലീഡ് KV സുമേഷ് നേടിയിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇല്ലാത്ത രീതിയിലുള്ള ഒരു പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലീഡ് KV സുമേഷ് തുടക്കത്തിൽ മുതൽ നേടി. ആ ലീഡ് പുഴാതിയിലും അതോടൊപ്പം തന്നെ പള്ളിക്കുന്നിലും എത്തിയപ്പോൾ UDF മറികടക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ അവിടെയും പ്രതീക്ഷിച്ച വോട്ട് UDFന് കിട്ടിയില്ല. 3000-ഉം 2500-ഉം ഒക്കെ വോട്ട്, 2500 പള്ളിക്കുന്നും 3000-ലധികം പുഴാതിയിലും പ്രതീക്ഷിച്ചിരുന്ന UDF, പക്ഷെ അവിടെയും ആ രീതിയിലേക്ക് വോട്ട് പോയില്ല. അങ്ങനെ UDF പ്രതീക്ഷിച്ച ലീഡിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. അങ്ങനെയാണ് അഴീക്കോട് നിലനിർത്താൻ KV സുമേഷിന് കഴിഞ്ഞത്. എന്തായാലും ഈ തോൽവിക്കിടയിൽ, വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്കിടയിൽ കണ്ണൂരിൽ പിടിച്ചു നിൽക്കാൻ ഒരു സീറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. അങ്ങനെ UDFനേക്കാൾ ഒരു സീറ്റെങ്കിലും മുന്നിൽ 6 എന്ന രീതിയിൽ 5 എന്നുള്ള രീതിയിൽ 6 സീറ്റിലാണ് ഇപ്പോൾ LDF വിജയിച്ചിട്ടുള്ളത്. 5 സീറ്റിൽ UDF വിജയിച്ചു. നേരത്തെ UDF പറഞ്ഞിരുന്നു 5 സീറ്റിൽ ഉറപ്പായും ജയിക്കുമെന്ന്. UDF നേരത്തെ തന്നെ പറഞ്ഞതാണ്. ആ രീതിയിൽ കാര്യങ്ങളെത്തി. പക്ഷെ അവരുടെ കണക്കിൽ അഴീക്കോടും ഉണ്ടായിരുന്നു, പയ്യന്നൂർ അവരുടെ കണക്കിൽ ഉണ്ടായിരുന്നില്ല. ആ പയ്യന്നൂർ ജയിക്കുകയും അഴീക്കോട് തോൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കണ്ണൂരിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. എന്തായാലും 6 സീറ്റിൽ LDF, 5 സീറ്റിൽ UDF. ഇതാണ് കണ്ണൂരിന്റെ ഒരു പൊതുവായ ചിത്രം വന്നിട്ടുള്ളത്. തലശ്ശേരിയിൽ 20,523 വോട്ടുകൾക്ക് LDF വിജയിച്ചു. കാരായി രാജൻ വിജയിച്ചു. മട്ടന്നൂരിൽ അവസാന റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ പോകുന്നു. അവിടെ 14,414 വോട്ടുകൾ, ഏതാണ്ട് ഒരു 15,000-ലധികം വോട്ടുകൾക്ക് മട്ടന്നൂരിൽ VK സനോജ് നിയമസഭയിലേക്ക് പോകും. കല്യാശ്ശേരിയിൽ 18,433 വോട്ടുകൾക്കാണ് M വിജിൻ വിജയിച്ചത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 11,800 വോട്ടിന്റെ ലീഡ് അവസാന റൗണ്ടിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് ഒരു 12,000-ന് മുകളിലേക്ക് ലീഡിലേക്ക് പോകും പിണറായി വിജയൻ. അത് UDF ഏതാണ്ട് കണക്കുകൂട്ടിയ അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. 12,000-ഓളം വോട്ടിന്റെ ലീഡ് മാത്രം
UDF മുഖ്യമന്ത്രി പിണറായി വിജയനെ ലഭിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നു. കൂത്തുപറമ്പിൽ അവസാന റൗണ്ട് വരെ ആകാംക്ഷ നിലനിർത്തിയ കൂത്തുപറമ്പ് 900-ഓളം വോട്ടുകൾക്കാണ് PK പ്രവീൺ വിജയിച്ചത്. അഴീക്കോട് LDF വിജയിച്ചു. ഇങ്ങനെ 6 സീറ്റുകളിലാണ് LDF വിജയിച്ചത്. UDF കണ്ണൂരിൽ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ട് TO മോഹനൻ കണ്ണൂരിന്റെ MLA ആയിരിക്കുന്നു. 18,000-ലധികം വോട്ടിന്റെ ലീഡാണ്, അതായത് 19,000-ഓളം വോട്ടിന്റെ ലീഡ്, ഏതാണ്ട് 19,000-ലധികം വോട്ടിന്റെ ലീഡ് TO മോഹനൻ കണ്ണൂരിൽ നിന്നും വാങ്ങുന്നു. പയ്യന്നൂരിൽ വൻ അട്ടിമറി. ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അട്ടിമറി എവിടെയെന്ന് ചോദിച്ചാൽ അത് പയ്യന്നൂരിലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. 7,487 വോട്ടുകൾക്കാണ് വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നിന്നും TI മധുസൂദനെ മലർത്തിയടിച്ചിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഫലം തന്നെയാണ് പയ്യന്നൂരിൽ നിന്നും വന്നത്. ഇരിക്കൂറിൽ ചരിത്ര ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ്. അവിടെ 41,000-ലധികം വോട്ടിന്റെ ലീഡ് 45,000-ലേക്ക് എത്തും എന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. ഒരു റൗണ്ട് അവിടെ ബാക്കിയുണ്ട്. തളിപ്പറമ്പിൽ വൻ അട്ടിമറി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും അട്ടിമറിയുടെ രാജാക്കന്മാരായി 2 പേർ കണ്ണൂരിലുണ്ട്. TK ഗോവിന്ദൻ വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു CPM-ന്. തളിപ്പറമ്പിൽ 2 റൗണ്ട് മാത്രം, അതായത് 15 റൗണ്ട് എന്ന് പറയുന്നത് CPM-ന്റെ കോട്ടക്കൊത്തളമായ പാർട്ടി ഗ്രാമങ്ങളടങ്ങിയ മയ്യിൽ മേഖലയിൽ കൂടി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ TK ഗോവിന്ദന് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 15,863 വോട്ടിന്റെ ലീഡ് ഇപ്പോൾ തന്നെ തളിപ്പറമ്പിൽ TK ഗോവിന്ദനുണ്ട്. അങ്ങനെ TK ഗോവിന്ദൻ തൂക്കിയിരിക്കുന്നു തളിപ്പറമ്പിൽ വലിയ തിരിച്ചടി. നമുക്കറിയാം CPM-ൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായേക്കാവുന്ന ഒരു ജനവിധിയാണ് തളിപ്പറമ്പിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. MV ഗോവിന്ദന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ തന്നെ പറ്റുമോ എന്ന് ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു ജനവിധി. അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് 22,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച തളിപ്പറമ്പ് മണ്ഡലം, ആ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ആ മണ്ഡലം UDF-നായി പിടിച്ചിരിക്കുന്നു TK ഗോവിന്ദൻ. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഇത്രയും വലിയൊരു തിരിച്ചടി സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി തളിപ്പറമ്പിൽ നേരിട്ടിരിക്കുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ CPM-നെ മലർത്തിയടിച്ചു വിജയത്തിലേക്ക് പോകുന്നു. 2 റൗണ്ട് കൂടി അവിടെ എണ്ണാൻ ബാക്കി. ആ സമയത്ത് തന്നെ 15,000-ലധികം വോട്ടിന്റെ ലീഡ്, ഏതാണ്ട് ഒരു 16,000-ലധികം വോട്ടിന്റെ ലീഡിന് TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്നും ജയിക്കും എന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെയാണ് പേരാവൂരിൽ ഇഞ്ചോടിഞ്ച് വലിയ രീതിയിലുള്ള അട്ടിമറി, ഇതൊക്കെ പ്രവചിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ പേരാവൂരിലും ഒരു ചുക്കും നടന്നില്ല. പേരാവൂരിലും 10,658 വോട്ടിന്റെ ലീഡ് 3 റൗണ്ട്, അതായത് ആ 3 റൗണ്ട് എന്ന് പറയുന്നത് കേളകം കൊട്ടിയൂർ ഭാഗങ്ങളിലേക്കാണ് വോട്ടെണ്ണൽ പോകുന്നത്. ഉറപ്പായും സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് അവിടെ ലീഡ് 15,000-ലധികം ഉയർത്തും എന്ന കാര്യം ഉറപ്പാണ്. 3,000-ലധികം വോട്ടിന്റെ ലീഡിനാണ് കഴിഞ്ഞ തവണ പേരാവൂരിൽ നിന്നും സണ്ണി ജോസഫ് വിജയിച്ചത്. അതാണിപ്പോൾ 3 ഇരട്ടിയായി സണ്ണി ജോസഫ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പേരാവൂരിലും വിജയം ഉറപ്പിച്ചിരിക്കുന്നു UDF. അങ്ങനെ 5 സീറ്റുകളിൽ കണ്ണൂരിന്റെ നെഞ്ചു പിളർന്നുകൊണ്ടുള്ള ഒരു വിജയം, അതാണ് ഇപ്പോൾ UDF കണ്ണൂരിൽ നിന്നും നേടിയിരിക്കുന്നത്. പാർട്ടി ഗ്രാമങ്ങളാകെ തന്നെ അടർന്നു പോകുന്ന ആ രാഷ്ട്രീയ സുനാമിയിൽ ഒലിച്ചു പോകുന്നത് നാം കണ്ടു. ആന്തൂരിൽ തിരിച്ചടി, മയ്യിൽ തിരിച്ചടി, മലപ്പട്ടത്ത് തിരിച്ചടി, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ഒരു തിരിച്ചടി ഇനി സംഭവിക്കാനില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും CPM-ന്റെ ഈ രാഷ്ട്രീയ സുനാമി, UDF-ന്റെ ഈ രാഷ്ട്രീയ സുനാമിയിൽ CPM-ന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും കടപുഴകി വീഴുമ്പോഴാണ് അഴീക്കോട് KV സുമേഷ് അവിടെ വിജയം നേടിയിരിക്കുന്നത്. ഇതൊരു സൂചന നേതാക്കൾ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ നേതാക്കൾ പ്രവർത്തിക്കണം എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് KV സുമേഷ് നൽകുന്നത്. കാരണം KV സുമേഷ് നമുക്കറിയാം ഏറ്റവും ജനകീയതയോടുകൂടി എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം പെരുമാറുന്ന ഒരു ജനപ്രതിനിധിയാണ്. അതിന്റെ ഗുണം ആ മണ്ഡലത്തെ ഏത് രീതിയിൽ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് KV സുമേഷ് എന്ന് നമുക്കറിയാം. ആ രീതിയിൽ അദ്ദേഹം ആ മണ്ഡലത്തെ
പരിപാലിച്ചു. അതിന്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വിലയിരുത്തുമ്പോൾ പോലും അഴീക്കോട് മണ്ഡലം നമുക്കറിയാം ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഏതാണ്ട് പകുതിയോളം തന്നെ എന്ന് വിശദീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വോട്ടുള്ള മണ്ഡലമാണ് അഴീക്കോട്. അവിടെയാണ് KV സുമേഷ് പിടിച്ചു നിന്നത്. അങ്ങനെ KV സുമേഷ് എന്ന നേതാവ് സുമേഷ് എന്ന നേതാവ് എങ്ങനെയാണോ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിച്ചത്, ആ പ്രവർത്തനത്തിൻ്റെ മികവിന്റെ വിജയം കൂടിയാണ് അഴീക്കോട് KV സുമേഷ് നേടിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് അപ്പോൾ CPM നേതാക്കളുടെ രീതി, പ്രവർത്തന രീതി, അവരുടെ ശൈലി, ഇതൊക്കെ തന്നെ ജനങ്ങൾ വോട്ടർമാർ വിലയിരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം മണലൂരിൽ C രവീന്ദ്രനാഥ് വിജയിച്ചിട്ടുണ്ട്. TN പ്രതാപനെയാണ് പരാജയപ്പെടുത്തിയത്. മണലൂർ എന്ന് പറയുന്നത് CPM-നെ അങ്ങനെ എളുപ്പം വിജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സീറ്റല്ല. അവിടെ C രവീന്ദ്രനാഥ് വിജയിച്ചിട്ടുണ്ട്. അഴീക്കോട് KV സുമേഷ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ CPM-ന്റെ നേതാക്കളെ തിരഞ്ഞു പിടിച്ച് തന്നെ ധാർഷ്ട്യം നിറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചവരെ തിരഞ്ഞു പിടിച്ച് തന്നെ മൂലക്കിരുത്തിയിട്ടുണ്ട് ജനങ്ങൾ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫലം തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖത്തേറ്റ അടിയാണ്. ആ അടിയിൽ നിന്നും എങ്ങനെ കരകയറും ഈ പാർട്ടി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ യോഗം ചേർന്ന് പരിശോധിക്കുമെന്നൊക്കെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇനി എന്ത് ചർച്ച ചെയ്യാൻ എന്നുള്ള ചോദ്യമാണ് അണികൾ ഉയർത്തുന്നത്. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇതിലും വലിയ ഒരു തിരിച്ചടി സംസ്ഥാന ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ, അതായത് 100-ലധികം സീറ്റ് എന്ന് VD സതീശനൊക്കെ പറഞ്ഞപ്പോൾ പുച്ഛിച്ച് തള്ളിയ CPM നേതാക്കൾ ഇപ്പോൾ മാളത്തിൽ ഒളിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം സംസ്ഥാനത്താകെ അലയടിച്ച UDF തരംഗം, ആ UDF തരംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തിയായി മാറിയത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെയാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ കൃത്യമായ ഏകീകരണം നടന്നു. പല മണ്ഡലങ്ങളിലും, മിക്ക മണ്ഡലങ്ങളിലും നടന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഒപ്പം തന്നെ നേതാക്കളുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അർജുൻ.